നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രി മെയിൻസ് പരീക്ഷകളൊക്കെ പോസ്റ്റ്പോൺ ചെയ്ത സാഹചര്യത്തിൽ കമ്പനി ബോർഡ് എക്സാം എന്ന് കാണും എന്ന ഒരു ആശങ്ക എല്ലാ ഉദ്യോഗാർത്ഥികളിലും ഉണ്ടാകും. ഇനി നവംബറിലേക്ക് പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ മാറ്റിയ സാഹചര്യത്തിൽ നവംബറിൽ തന്നെ കമ്പനി ബോർഡ് നടക്കുമോ, അതോ ഡിസംബറിലേക്ക് നീളുമോ? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ കുറേയധികം സാധ്യതകളാണ് നോക്കുന്നത്. എന്താണ് PSC തീരുമാനിക്കാൻ പോകുന്നതെന്ന് PSCക്ക് മാത്രമേ അറിയാവൂ. എങ്കിലും ഒരുപാടധികം ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നതുകൊണ്ട് ഇനി എക്സാം നവംബറിൽ നടക്കുമോ ഡിസംബറിൽ നടക്കുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചില സാധ്യതകളൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഏതൊക്കെ പരീക്ഷകളാണ് ഇപ്പോൾ ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ നിന്ന് നവംബറിലേക്ക് മാറ്റിയിരിക്കുന്നത്? അസിസ്റ്റൻറ്റ് ജയിലറിൻ്റെ പരീക്ഷ നവംബർ മാസം 11-ലേക്കും എക്സൈസ് ഇൻസ്പെക്ടർ നവംബർ 17-ലേക്കും മാറ്റി. രണ്ട് പ്രധാനപ്പെട്ട പരീക്ഷകൾ എന്ത് ചെയ്യുകയാണ്, നവംബർ മാസത്തിൽ നടത്തുകയാണ്. അതുപോലെ ഓഗസ്റ്റിൽ നിന്നും മാറ്റിവെച്ച ഓഗസ്റ്റ് 22-ന് 10th പ്രിലിംസ് നടക്കുന്നത് കൊണ്ട് അതിൽ നിന്നും മാറ്റിവെച്ച ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ നവംബർ മാസം 21-ലേക്കാണ് മാറ്റിയത്. അതും ഒരു പ്രധാനപ്പെട്ട പരീക്ഷയാണ്. നോക്കിക്കേ, 3 പ്രധാനപ്പെട്ട പരീക്ഷകൾ നവംബറിൽ നടക്കുകയാണ്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് അവർ കമ്പനി ബോർഡ് ഇടാനുള്ളൊരു ചാൻസ് കുറവാണ് എന്നാണ് പറയാനായിട്ട് കഴിയുന്നത്. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു 21-ന് ശേഷം നവംബറിൽ എന്തുണ്ട്, ലാസ്റ്റ് വീക്കിലേക്ക് കമ്പനി ബോർഡ് നടത്താം. അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. 50-50 നമുക്ക് പറയാൻ കഴിയുന്നത്. ഈ 3 പ്രധാനപ്പെട്ട പരീക്ഷകൾ നവംബറിൽ വന്നതുകൊണ്ട് തന്നെ അടുത്തൊരു ഡിഗ്രി മെയിൻസും കൂടെ ചിലപ്പോൾ അന്ന് നടത്താതിരിക്കാനും ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഡിസംബറിലേക്ക് കമ്പനി ബോർഡ് നീളാനുള്ള ചാൻസ് കൂടിയുണ്ട്. എങ്ങനെയായാലും നവംബർ ആദ്യ വാരങ്ങളിൽ എന്തായാലും കമ്പനി ബോർഡിൻ്റെ പരീക്ഷ കാണുകയില്ല എന്ന് തന്നെ നമുക്ക് പറയാം. നവംബർ അവസാനം അല്ലെങ്കിൽ എങ്ങോട്ടേക്ക് പോകും, ഡിസംബറിലേക്ക് പരീക്ഷ നീളാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ SI മെയിൻസിൻ്റെ പരീക്ഷയുണ്ട്. അത് ചിലപ്പോൾ നവംബറിൽ ഏതെങ്കിലും ഡേറ്റിൽ നടത്തും, അല്ലെങ്കിൽ അതും എന്ത് ചെയ്യും, ഡിസംബറിലേക്ക് ചിലപ്പോൾ നീളാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട്. ഇത്രയും നാൾ നമ്മൾ ഡിസംബറിൽ ഇനി എക്സാം പോകത്തില്ല, നവംബറിൽ തന്നെ ഉറപ്പായിട്ടും അല്ലേ. നമ്മൾ ഒക്ടോബറിലെ കലണ്ടർ വന്നപ്പോൾ വിചാരിച്ചതാണ് SIയും കമ്പനി ബോർഡും ഒരു 2 ആഴ്ചത്തെ ഇടവേളയൊക്കെ കൊടുത്തിട്ട് നവംബറിൽ തന്നെ നടത്തും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് PSC ഇങ്ങനെ റിസൾട്ട് ലേറ്റാക്കിയിട്ട് എക്സാം എന്ത് ചെയ്യുന്നത്, നവംബറിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യുന്നത്. അതും പ്രധാനപ്പെട്ട 2 പരീക്ഷകളാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ആദ്യ ആഴ്ചകളിൽ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷ പ്രതീക്ഷിക്കേണ്ട. നവംബർ ലാസ്റ്റ് വീക്കിൽ അതിനുള്ള ചാൻസ് കുറവാണ്. ഡിസംബറിലേക്ക് നീളാൻ തന്നെയാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ 90 ദിവസങ്ങളുണ്ട്. നവംബർ അവസാനമാണ് പരീക്ഷ നടക്കാൻ പോകുന്നതെങ്കിൽ തന്നെ എന്ത് ഉണ്ട്, 90 ദിവസമുണ്ട്. അപ്പോൾ ഡിസംബറിലാണെങ്കിൽ ആലോചിച്ച് നോക്കി, അതിൽ കൂടുതൽ ദിവസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്തോരം വിലപ്പെട്ട സമയമാണ് കിട്ടിയിരിക്കുന്നത്. പരീക്ഷ മാറ്റിയെന്ന് കരുതി സിസ്റ്റത്തിന് നല്ല തകരാറുകളുണ്ട്. പരീക്ഷ മാറ്റിയിരിക്കുകയാണ്, PSCയുടെ ശരിയായ പോക്കല്ല. നമുക്കെല്ലാം അറിയാം, റിസൾട്ട് ഇത്രയും ലാഗാക്കി ഉദ്യോഗാർത്ഥികളെ ടെൻഷനാക്കുകയാണ്. റിസൾട്ട് വരും, യോഗം തീരുമാനിച്ചപ്പോൾ ഈ ഒരു ആഴ്ച തന്നെ വരും എന്ന് നമ്മൾ വിചാരിച്ചതാണ്. അപ്പോഴാണ് PSC എക്സാം എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ച കാര്യമല്ല. അപ്പോൾ ഇനി നിങ്ങളുടെ മുന്നിലുള്ള 90 ദിവസങ്ങൾ നിങ്ങൾ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് പോലുള്ളൊരു പരീക്ഷയിൽ നിങ്ങൾക്ക് ടോപ്പ് റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഡിഗ്രി മെയിൻസ് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് 90 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മുടെ ടെലിഗ്രാമിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ടൈം ടേബിൾ തന്നതിന് ശേഷം എന്ത് ചെയ്യുകയാണ്, ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. റിവിഷൻ എക്സാം, കറണ്ട് അഫേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എല്ലാം നൽകുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള 90 ദിവസം നിങ്ങൾ ആ ഒരു സ്റ്റഡി പ്ലാൻ നോക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ടോപ്പ് റാങ്കിലേക്ക് എത്താനായിട്ട് കഴിയും. ഈ ഒരു എക്സാം മാറ്റി വെച്ച് നിങ്ങളൊരു ബോണസായിട്ട് കരുതുക. ഒന്നും പഠിച്ചു തുടങ്ങാത്തവർക്ക് പോലും ഇനി പഠിച്ചു തുടങ്ങാനുള്ള വലിയ നല്ലൊരു അവസരമാണ്. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ഇന്ന് തൊട്ട് ചേരുമ്പോൾ തൊട്ട് ആ സ്റ്റഡി പ്ലാൻ നല്ല പോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൽ ഫോളോ ചെയ്യുന്ന ഓരോരുത്തർക്കും ഞാൻ നല്ല റാങ്കുകൾ ഉറപ്പ് നൽകുകയാണ്. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതിലാണ് റിവിഷൻ ക്ലാസ്സുകൾ, കറണ്ട് അഫേഴ്സ് എല്ലാം വരുന്നത്. എന്തായാലും എക്സാം ഡേറ്റിനെ കുറിച്ചുള്ളൊരു ഒഫീഷ്യലായിട്ടുള്ള വിവരം നമുക്ക് ഓഗസ്റ്റ് മാസം 20-25 ആ ഒരു ഡേറ്റിനിടയ്ക്ക് നവംബറിലെ എക്സാം കലണ്ടർ വരും. അപ്പോൾ അറിയാൻ പറ്റും PSC ഇനി കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റോ SIയോ ആ ഒരു നവംബർ മാസം നടത്താനുള്ള പ്ലാൻ ഉണ്ടോ അതോ ഡിസംബറിലേക്കാണോ എന്നുള്ളത്. എന്തായാലും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് കൂടുതൽ ചാൻസ്, ഒരു 60-65% ചാൻസും അത് ഡിസംബറിലേക്ക് തന്നെ നടത്താനാണ്. കാരണം പ്രധാനപ്പെട്ട 2 ഡിഗ്രി മെയിൻസ് പരീക്ഷകൾ, ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻറ്റ് പോലുള്ളൊരു പരീക്ഷ ഒക്കെ നവംബറിലേക്ക് നടത്തുന്നത്
കൊണ്ട് കൂടുതലും ഇനി അത് ഡിസംബറിലേക്ക് പോകാനാണ് ചാൻസ്. പക്ഷേ PSCയുടെ വാർഷിക കലണ്ടറിൽ ഇതെല്ലാം തന്നെ എന്താണ് ഒരു ഒക്ടോബറിന് അകത്ത് വെച്ചിട്ട് ഡിഗ്രി മെയിൻസ് നവംബറിലേക്ക് പോലും നീളുമെന്ന് പറഞ്ഞില്ല. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്രയും എക്സാം ലാഗായിട്ട് നിൽക്കുന്നതും റിസൾട്ട് വരാത്തതും. ആയാലും ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നോക്കാം എന്താണ് ബാക്കി അപ്ഡേറ്റുകൾ. നവംബറിലെ എക്സാം കലണ്ടർ വരണം, ഡിഗ്രി പ്രിലിംസിൻ്റെ റിസൾട്ട് വരണം. നമ്മൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞതാണ് 15-ാം തീയതിക്കകം തന്നെ റിസൾട്ട് വരേണ്ടതായിരുന്നു. PSCക്ക് അത് ഇടാൻ കഴിയാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്, എക്സാം പോസ്റ്റ്പോൺ ചെയ്തതെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ കട്ട് ഓഫ് ഒന്നും കൂടത്തൊന്നുമില്ല. കട്ട് ഓഫ് കൂടുന്നൊക്കെ കുറേ പേര് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. അതിൻ്റെ സാധ്യതകൾ നമുക്ക് വരും വീഡിയോകളിൽ പരിശോധിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെലിഗ്രാം ചാനൽ മെമ്പറായിട്ട് ഇന്നോട്ട് നിങ്ങളുടെ പഠനം ആരംഭിച്ചുകൊള്ളുക. ടോപ്പ് റാങ്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. താങ്ക്